നമസ്കാരം. അടുത്ത കഥ. കുറേ കാലമായി വീട്ടിലുള്ളവർക്കും അടുപ്പക്കാർക്കും അറിയാം, നമ്മുടെ ശ്രീനിവാസൻ, എൻ്റെ പ്രിയപ്പെട്ട ഷീനിച്ചേട്ടൻ ഇനി അധികകാലം നമ്മളോടൊപ്പം ഉണ്ടാവില്ല. 75 വർഷം പഴക്കമുള്ള യന്ത്രസാമഗ്രികളാണല്ലോ ഉള്ളിലിരിക്കുന്നത്. അത് കുടിച്ചും പുകച്ചും നശിപ്പിച്ചിട്ട് വർഷങ്ങൾ കുറേയായി. മറ്റാർക്കും അറിയില്ലേലും അക്കാര്യം ഷീനിച്ചേട്ടന് നന്നായി അറിയാമായിരുന്നു. അതുകൊണ്ടാകണം മരണത്തെ നമ്മൾ എന്തിനു പേടിക്കണം എന്നൊക്കെ അദ്ദേഹം അടുത്തിടെ പറയുകയുണ്ടായി. ശ്രീനിവാസൻ മരിച്ചു. ആരാണ് പ്രോഗ്രാം ചാർട്ട് ചെയ്തത് എന്നറിയില്ല. അദ്ദേഹത്തിൻ്റെ ശവമടക്കലൊക്കെ ഉള്ള കാര്യങ്ങൾ ആശുപത്രിയിൽ നിന്നും കൊച്ചിൻ ടൗൺ ഹാളിലേക്ക് കൊണ്ടുവന്നു. വെറും 3 മണിക്കൂർ അവിടെ. അല്ല, കണ്ണൂരോ അദ്ദേഹത്തിൻ്റെ പാട്യത്താണ് അദ്ദേഹം താമസിക്കുന്നതെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. ഇത് തൃപ്പൂണിത്തുറയായിട്ട് എത്ര ദൂരം ഉണ്ടെന്ന് നിങ്ങൾ ആലോചിക്കുക. പക്ഷെ ഒരു 3 മണിക്കൂർ ടാഗോർ തിയേറ്ററിൽ കിടത്തി. എന്താ, വൈകുന്നേരം 6 മണി വരെ ആയാൽ ലോകം കീഴ്മേൽ മറിയുമോ എന്ന് ഈ പ്രോഗ്രാം റെഡിയാക്കിയ ഒരാളോടും ആരും ചോദിച്ചില്ല. പിറ്റേന്ന് വീട്ടിലുണ്ടായ തിരക്ക് കുറേയെങ്കിലും കുറയ്ക്കാമായിരുന്നു. ടൗൺ ഹാളിൽ ഒരു 2-3 മണിക്കൂറോടെ ഒരു 6 മണി വരെയെങ്കിലും വച്ചിരുന്നെങ്കിൽ. മുഖ്യമന്ത്രി അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തി ടൗൺ ഹാളിൽ. ശ്രീനിവാസൻ്റെ അച്ഛൻ ഉണ്ണിമാഷിനെ ഓർത്ത് വന്നതായിരിക്കണം. അല്ല, ശ്രീനിവാസനെ ഓർത്താവാൻ വഴിയില്ല. കാരണം പല സന്ദർഭങ്ങളിലും ഷീനിച്ചേട്ടൻ കുരയ്ക്കും വാലാട്ടിയും ഒന്നിച്ച് ചെയ്തിട്ടുണ്ട്. അത് കമ്മ്യൂണിസ്റ്റുകാരെ നന്നായിട്ട് നോവിക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ സന്ദേശത്തിലെ പോളണ്ടിനെ പറ്റി പറയരുത് എന്ന് പറഞ്ഞത് ഇപ്പോൾ ഒരു വലിയ ടീസറാണല്ലോ, ഇപ്പോഴും വലിയ റീലാണ്. എന്നാൽ അതിൽ നമ്മളുടെ പാർട്ടിയിൽ ഹിന്ദി അറിയാവുന്ന ഒരുത്തനും ഇല്ലേ എന്ന് ചോദിക്കുന്ന, വിദ്യാഭ്യാസം ഇല്ലാത്തവരെ പറ്റി ചോദിക്കുന്നത്, ഒരു തെങ്ങിൽ 2 പേര് കയറുന്നതും അടക്കം കോൺഗ്രസിനെ ഒരുപാട് കളിയാക്കിയിട്ടുണ്ട്. പക്ഷെ അവർക്കൊരു പ്രശ്നമില്ല. അവരോട് ഷീനിച്ചേട്ടനും പ്രശ്നമില്ല. അവരിൽ ആരും ഷീനിച്ചേട്ടനെയോ സത്യനന്ദിക്കാരനെയോ ഭീഷണിപ്പെടുത്തി എന്നുള്ള പരാതിയില്ല. കമ്മ്യൂണിസ്റ്റുകാർ ഭീഷണിപ്പെടുത്തി എന്നാണല്ലോ പറയാറ്. എന്നാൽ കേന്ദ്രം ഭരിക്കുന്ന BJP കുറിച്ച് ഒരക്ഷരം ഷീനിച്ചേട്ടൻ മിണ്ടിയില്ല. ഇങ്ങനെയൊക്കെ 2 തട്ടിലൊക്കെ ഷീനിച്ചേട്ടൻ കളിച്ചിട്ടുണ്ട്. എത്ര മാന്യനായാലും, എനിക്ക് വളരെ ബഹുമാനമുള്ള മനുഷ്യനാണെങ്കിലും സത്യത്തെ ഏതോ പടത്തിൽ പറഞ്ഞല്ലോ, എൻ്റെ അച്ഛനെ രക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ട് അയാളുടെ തല പൊട്ടിത്തെറിക്കണേ എന്ന് പറയും പോലെ ഞാൻ പറയുകയാണെന്ന് വിചാരിക്കരുത്. ഷീനിച്ചേട്ടൻ ഒരു മനസ്സുകൊണ്ടെങ്കിലും കറകളഞ്ഞ, എന്താ പറയുക, ഒരു ജനസംഘക്കാരനായിരുന്നു. അതുകൊണ്ടാണല്ലോ 15 വർഷം അവർ അധികാരത്തിൽ നിന്നിട്ട് അവരെ പറ്റി ഒരു അക്ഷരം കമാന്ന രക്ഷം ഉണ്ടാത്ത. ഇപ്പം മലയാളത്തിൽ ഏറ്റവും കൂടുതൽ കോമഡികൾ ചെയ്യുന്ന രാഷ്ട്രീയക്കാരെന്ന് ചോദിച്ചാൽ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയല്ലേ. ചാണകം ഉരുട്ടി ലഡുവിന് പകരം തിന്നുകയും പുണ്യമുള്ള മാഞ്ച അമ്പലത്തിൽ നിന്ന് കുടിക്കുന്നതിനേക്കാൾ അമൃത് പോലെ പശുവിൻ്റെ മൂത്രം കുടിക്കുകയൊക്കെ ചെയ്യുന്ന കോമാളി എന്നാണ് ഞങ്ങൾ തിരുവനന്തപുരത്ത് പറയാറ്. കോമാളി കുടിക്കുന്ന. ഇവിടെയാണെങ്കിൽ എന്തെല്ലാം തമാശകളെന്ന് നിങ്ങൾ ആലോചിച്ചു. ഇന്നത്തെ ഒരു തമാശ പറയാം. തിരുവനന്തപുരം 55 വർഷക്കാലത്തിന് ശേഷം പാർട്ടിയുടെ എന്താ പറയുക പ്രവർത്തകരുടെ അഹങ്കാരത്തിന് മറുപടി കൊടുത്ത് ജനം BJP ജയിപ്പിച്ചു. മേയർ ഒരു വേന്ദ്രനാണ് മേയർ. എനിക്ക് ഒട്ടും പൊരുത്തപ്പെടാൻ പറ്റാത്ത ആ ഷീലേഖം മേഡത്തിനൊക്കെ കൊടുത്തിരുന്നെങ്കിൽ, അവരൊരു IPS കാര്യല്ലേ. പണ്ട് ശബ്ദം കൊടുക്കുന്ന നടിയോട് ഞാൻ പറഞ്ഞ പോലെ തന്നെ, ജയിച്ചാൽ ശാസ്ത്രമംഗലത്ത് റീത്ത് വയ്ക്കാം എന്ന് പറഞ്ഞതുപോലെ അവരെയും മേയറാക്കാമെന്നാണ് കോൺഗ്രസ് പറഞ്ഞത്. ഷീലേഖ IPSനെ മേയറാക്കാമെന്ന് പ്രലോഭിപ്പിച്ച് ഈ ആടിന് പച്ചയില കൊടുത്ത് കൊല്ലാൻ കൊണ്ടുപോകും പോലെ വാർഡിൽ നിർത്തി ജയിപ്പിച്ചിട്ട്, ശാസ്ത്രമംഗലത്ത് നിർത്തി ജയിപ്പിച്ചിട്ട്, അതും മറ്റേ ശബ്ദം കൊടുക്കുന്ന നടിക്ക് കോൺഗ്രസ്സുകാർ ഓഫർ കൊടുത്തത് ശാസ്ത്രമംഗലമാണ്. ഈ ശാസ്ത്രമംഗലത്തിന് എന്താണ് അതിൻ്റെ ഒരു ഭൂമിശാസ്ത്രമെന്ന് എനിക്കറിയില്ല. അവർ ജയിച്ചു വന്നു. ഇന്ത്യയിൽ ആദ്യത്തെ IPS മേയറായെന്നെ അവർ. പ്രധാനമന്ത്രിയെ ഞാൻ പറയുന്നില്ല, പക്ഷേ രാഷ്ട്രപതിയോ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസോ അതുപോലുള്ള ഉയർന്ന ആരെങ്കിലുമൊക്കെ എയർപോർട്ടിൽ വന്നാൽ ഈ നഗരത്തിൻ്റെ മാതാവ് എന്നുള്ള നിലയ്ക്ക് നന്നായിട്ട് 4 ഇംഗ്ലീഷ് പറയണമെങ്കിലും അവർക്ക് പറയാൻ കഴിയും. ഹിന്ദിയിലും സംസാരിക്കാൻ പറ്റും. അപ്പോൾ മോഡിയോടും സംസാരിക്കാൻ പറ്റും. അങ്ങനെയുള്ള ഒരാളെ അവർക്ക് വേണ്ട. ജയിപ്പിച്ച് ഒരു സാധാ മെമ്പറായിട്ട് വിട്ടു, വാർഡ് മെമ്പറായിട്ട് വിട്ടിട്ട്, കൗൺസിലറായിട്ട് വിട്ടിട്ട് വേറൊരാളിന് മേയറാക്കി. അയാളാണെങ്കിൽ കൂടെ പാർട്ടി പുറത്ത് നിർത്തുന്ന ആളാണ്, അഴിമതിയുടെ പേരിൽ. മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ മാറ്റി തരാം, അത് ചെയ്യാം ഇത് ചെയ്യാമെന്ന് പറഞ്ഞ് ലക്ഷക്കണക്കിന് രൂപ പിരിച്ചതിൻ്റെ പേരിൽ കുറേ കാലം വക്താവൊന്നും ആക്കാതെ പുറത്തൊക്കെ നിർത്തിയിരുന്നു.
ഞാൻ അറിഞ്ഞത് ശരിയാണെങ്കിൽ അപ്പോൾ അദ്ദേഹം CPIയിലേക്ക് പോകാൻ ശ്രമം നടത്തി. അദ്ദേഹത്തിൻ്റെ അമ്മയും അച്ഛനും CPI ആണ്. അപ്പോൾ കാനം രാജേന്ദ്രൻ പറഞ്ഞു, മോനെ നീ ഇവിടെ നിൽക്കേണ്ട ആളല്ലടാ, നീ അവിടെ തന്നെ നിൽക്കി, കുറച്ച് ക്ഷമയോടെ നിൽക്കി, നിന്നെ അവർ തിരിച്ചെടുക്കും എന്ന് അദ്ദേഹം ഒരു നല്ല ബുദ്ധി പറഞ്ഞു കൊടുത്തുകൊണ്ട് മേയറായി. ഞാൻ പറയാൻ വന്നത്, മേയറായ ഉടനെ മുഖ്യമന്ത്രിയെ വിളിച്ചു അനുഗ്രഹം വാങ്ങിക്കുക. അപ്പം മുഖ്യമന്ത്രി ടോയ്ലറ്റിൽ എന്തോ ആയിരുന്നു, അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ PA ആണ് എടുത്തത്. സാറ് സഖാവ് ടോയ്ലറ്റിലാണ്, തിരിച്ച് വിളിച്ചോളാം. പിണറായി ഇറങ്ങി വന്നപ്പോൾ ഇങ്ങനെ പുതിയ മേയർ വിളിച്ചിരുന്നു, സഖാവ് ടോയ്ലറ്റിലാണെന്ന് പറഞ്ഞു, ഒന്ന് തിരിച്ച് വിളിക്കാനല്ലേ എന്ന്. കണക്ട് ചെയ്തു, സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു നന്നായിരിക്കട്ടെ, നല്ല മേയറാവട്ടെ എന്ന് അനുഗ്രഹിച്ചു. നാശമാപോ എന്ന് പറഞ്ഞില്ല. അപ്പം തന്നെ പത്രക്കാരെ വിളിച്ചു പറഞ്ഞു, പിണറായി വിജയൻ എന്നെ വിളിച്ചിരുന്നു. നിങ്ങൾ ആലോചിക്കുക, ആടിനെ പട്ടിയാക്കുന്ന പരിപാടി. പിണറായിയെ വിളിച്ചിട്ട് കിട്ടാതിരിക്കുകയും അദ്ദേഹത്തിൻ്റെ മര്യാദ അനുസരിച്ച് അദ്ദേഹം തിരിച്ചു വിളിച്ചു. അപ്പോൾ പറയാം, പിണറായി എന്നെ വിളിച്ചിരുന്നു, ഉപദ്രവിക്കരുതേ, ഇനി ഒരു 6 മാസം കൂടെ ഉള്ളൂ ഞാൻ മുഖ്യമന്ത്രിയായിട്ട് ജീവിച്ചോട്ടെ എന്നൊക്കെ തോന്നുന്ന തരത്തിലാണ് ആ കമൻറ്റ് വന്നിരിക്കുന്നത്. വൈകുന്നേരമായപ്പോൾ അത് വെളുത്തു, കാരണം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കൃത്യമായ കാര്യങ്ങൾ പുറത്തു വിട്ടു. ഞാൻ പറയാൻ വന്നത്, മുഖ്യമന്ത്രി അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ടൗൺ ഹാളിലെത്തി. ശ്രീനിവാസൻ്റെ അച്ഛൻ ഉണ്ണിമാഷിനോടുള്ള നന്ദി കൊണ്ട് ഓർത്തായിരിക്കും അദ്ദേഹം വന്നത്. പല പ്രാവശ്യം വ്യക്തിപരമായി പിണറായിയെ കളിയാക്കാൻ, ശകാരിക്കാൻ ശ്രമിച്ച ആളായിരുന്നല്ലോ നമ്മുടെ ഷീനിച്ചേട്ടൻ. എന്നിട്ടും പിണറായി വന്നു. 80 കഴിഞ്ഞ പിണറായി വന്നു നിന്നിട്ടും തൊട്ടടുത്തിരുന്ന ധ്യാൻ ഒന്ന് എണീക്കാൻ മനസ്സ് കാട്ടിയില്ല എന്നാണിപ്പോൾ നമ്മുടെ യൂട്യൂബിലൊക്കെ കറങ്ങുന്ന, ഫേസ്ബുക്കിലൊക്കെ കറങ്ങുന്ന ഒരു വലിയ പരാതി. എല്ലാം നോക്കി നിൽക്കുക. ഒരു മരണ വീട്ടിലും എന്ത് നമുക്ക് പറയാൻ പറ്റുമെന്ന് ആലോചിച്ചുകൊണ്ട് കിടക്കുക. അങ്കമാലിയിലെ ഷൂട്ടിംഗ് കഴിഞ്ഞ് അതിരടി എന്ന് പറഞ്ഞ പടത്തിൽ വിനീത് ശ്രീനിവാസനായിട്ട് തന്നെ അഭിനയിക്കുകയാണ്. അപ്പോൾ അവിടുത്തെ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് വെളുപ്പാങ്കാലത്ത് ഇനി ജനുവരിയിൽ കാണാം എന്ന് യാത്ര പറഞ്ഞ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന് അടുത്തുള്ള ഒരു ഹോട്ടലിൽ താമസിക്കുകയും മദ്രാശിക്ക് വിമാനത്തിൻ്റെ സമയമായപ്പോൾ രാവിലെ 5:50 എന്തോയാണ് ഫ്ലൈറ്റ്. ആ ചെക്ക് ഇൻ എല്ലാം കഴിഞ്ഞ് ഫ്ലൈറ്റിൽ കയറി ഇരുന്ന ശേഷമാണ് വിനീതിന് ഫോൺ വരുന്നത്, അച്ഛൻ പോയി എന്ന്. ആ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തിരുന്നെങ്കിൽ ആലോചിച്ച് നോക്കി, മദ്രാസിൽ പോയി ഇറങ്ങിയിട്ടല്ലേ തിരിച്ചു വരാൻ പറ്റും. പക്ഷേ അപ്പം തന്നെ വിനീത് ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി വീട്ടിലെത്തി. എറണാകുളത്ത് താമസമാണെങ്കിലും ധ്യാനും ഈ പറയുന്ന 6500 സ്ക്വയർ ഫീറ്റുള്ള വീട്ടിലല്ല, ഷീനിച്ചേട്ടൻ്റെ വീട്ടിലല്ല താമസം. മരണ വെപ്രാളം എടുക്കുമ്പോൾ വിമല ടീച്ചർ മാത്രമാണ് അരികിൽ ഉണ്ടായിരുന്നത് എന്ന് കരുതി മക്കളോട് ഷീനിച്ചേട്ടന് പരിഭവം കാണില്ല എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അച്ഛൻ്റെ ഡയാലിസിസ് അറിയാത്ത മക്കളല്ലല്ലോ. ഇനിയുള്ള കാലത്ത് അത്രയൊക്കെ കരുതിയാൽ മതി എന്ന് ഞാൻ പറയും. അങ്കമാലിയിൽ രാത്രി ഷൂട്ടിംഗ് കഴിഞ്ഞ് തൃപ്പൂണിത്തുറ കണ്ടനാട്ടുള്ള വീട്ടിൽ വന്ന് അച്ഛനെ കണ്ടിട്ട് അവിടെ നിന്ന് തിരിച്ച് നെടുമ്പാശ്ശേരിക്ക് രാവിലെ പോയാൽ പോരായിരുന്നോ എന്ന് എന്താ പറയുക, വിനീതിനോട് ആരും ചോദിക്കാനിടയില്ല. അതെൻ്റെ ഇഷ്ടമാണെന്ന് അയാൾ മറുപടി പറയും. നെടുമ്പാശ്ശേരിയിൽ ഒരു മുറി എടുത്ത് താമസിച്ച് രാവിലെ അങ്ങ് പോയാൽ മതി എന്ന് അയാൾ തീരുമാനിച്ചിരിക്കാം. വെളുക്കും വരെ ഷൂട്ടിങ്ങിൽ പങ്കെടുത്ത് അവിടുന്ന് 2 മണിക്കൂർ ഓടി വീട്ടിൽ വന്ന് അച്ഛനെ കണ്ട് തിരിച്ച് 2 മണിക്കൂർ തിരിച്ചോടി വിമാനത്തിൽ കയറണ്ട എന്നെ ആരായാലും ധരിക്കും. വിനീതും അങ്ങനെ ധരിച്ചു കാണും. എന്നാൽ പിണറായി വന്നപ്പോൾ ധ്യാൻ എണീറ്റില്ല എന്നത് വലിയ വാർത്തയായി. അച്ഛൻ മരിച്ചപ്പോൾ ഇനി എന്ത് ചെയ്യണമെന്ന് ഡോക്ടറോട് ചോദിക്കുകയും കൊണ്ടുപോയി കുഴിച്ചിടണമെന്ന് ഡോക്ടർ മറുപടി പറഞ്ഞതും ശ്രീനിവാസൻ തന്നെ പറഞ്ഞ് നമുക്കറിയാം. ആ അച്ഛൻ്റെ മകനാണല്ലോ ധ്യാൻ. അച്ഛൻ്റെ തീവ്രമായ അനുഭവങ്ങൾ അറിഞ്ഞ് വളർന്നവരല്ലല്ലോ വിനീതും ധ്യാനും. മുഖ്യമന്ത്രി അങ്ങനെ കരുതി കാണും. കണ്ടു നിന്നവർക്ക് അപ്രിയമായി തോന്നിയിട്ടും ഉണ്ടാവും. എന്നാൽ നിങ്ങളാരും കാണാത്തൊരു നിലപാട് ധ്യാൻ എടുത്തിരുന്നു. ഏതോ വായി നോക്കി നെറ്റിയിലിട്ട് കൊടുത്ത ചന്ദനക്കുറിയൊന്നും മാച്ചില്ലേലും അച്ഛന് യാത്രാമൊഴി നൽകാമെന്ന ധ്യാൻ കാലിത്തൊട്ട് ഒഴുകുകയോ കള്ളക്കണ്ണീരൊഴുകുകയോ കവളിൽ ഉമ്മയ്ക്കോ ഒന്നും അല്ല ചെയ്തത്. ധ്യാൻ മുഷ്ടി ചുരുട്ടി ലാൽ സലാം പറഞ്ഞാണ് അച്ഛനെ യാത്രയാക്കിയത്. എൻ്റെ ആ ചെറുപ്പക്കാരൻ്റെ നിലപാട് ആരും പറയാതെ പോയി എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പോൾ
രാഷ്ട്രീയ എതിർപ്പ് കാരണമൊന്നുമല്ല പിണറായി വന്നപ്പോൾ എണീക്കാഞ്ഞത്. അന്നേരത്തെ മാനസിക സമ്മർദ്ദമാകണം. അവിടെ വേറൊരു നാടകം നടന്നു. ശ്രീനിവാസൻ ഷൂട്ടിംഗ് സ്ഥലത്ത് ക്യാമറ ഒഴിയുന്ന കർപ്പൂരത്തിൽ തൊട്ടു തൊഴാനൊന്നും നിൽക്കാറില്ല എന്ന് ഞാൻ ഇപ്പോൾ 2 ദിവസം മുമ്പ് പറഞ്ഞിരുന്നു. അങ്ങനെയുള്ള വലിയ മനുഷ്യൻ്റെ അന്ത്യയാത്ര സമയത്ത് മോശമല്ലാത്ത ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ഒരു പ്ലാച്ചുമടക്കാരൻ ദേഹമാസകലം വെള്ള വസ്ത്രമൊക്കെ ധരിച്ച് താടിയും മുടിയൊക്കെ വളർത്തി വന്ന് ശ്രീനിവാസനെ തനി ഈഴവനാക്കി എന്നുള്ളതാണ് എൻ്റെ പരാതി. ഭാര്യയും മക്കളെയും ചന്ദനക്കുറിയൊക്കെ അടിയിച്ച് ക്യാമറയുടെ മുന്നിൽ നല്ലൊരു അഭ്യാസം തന്നെ ഇയാൾ നടത്തി. ശ്രീനിവാസൻ്റെ മൃതദേഹത്തിന് അരികിൽ നിന്ന് ക്യാമറകളെ നോക്കി എന്തോ പിച്ചും പേയൊക്കെ മന്ത്രവാദം പോലെയൊക്കെ പറയുന്നത് കേട്ടു. ഇപ്പം ചെയ്യുന്ന പേക്കൂത്തുകളിൽ നാണം തോന്നിയോ? എൻ്റെ ഭർത്താവിനെ ഇങ്ങനെ നാണം കെടുത്തരുത് എന്ന ചിന്തയാലോ ആകണം വിമല ടീച്ചർ തല കുനിച്ചിരിക്കുകയായിരുന്നു അവിടെ. നിങ്ങൾ വീഡിയോകൾ കണ്ടു നോക്ക്. ഇവൻ തലക്കരിയിൽ നിൽക്കുമ്പോൾ ഒരു നിമിഷം ഷീനിച്ചേട്ടന് ജീവൻ തിരിച്ചു കിട്ടിയിരുന്നെങ്കിൽ അവിടെ നിന്ന് ആ പെട്ടിയിൽ നിന്ന് എണീറ്റ് ഒറ്റ അടി ചെപ്പാൻകുറ്റിക്ക് കൊടുത്തിട്ട് കടക്കട പുറത്ത്, അല്ലെങ്കിൽ നമ്മളെ പിണറായി പറയുമ്പോൾ കടക്ക് പുറത്ത് എന്ന് പറഞ്ഞേനെ. ഷീനിച്ചേട്ടൻ നിശ്ചലനായി കിടന്നത് ഇയാളുടെ ഭാഗ്യം എന്ന് പറയാം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ജീവിതകാലം മുഴുവൻ അദ്ദേഹത്തിൻ്റെ വിശ്വാസങ്ങളിൽ ജീവിച്ചൊരു മനുഷ്യനെ ഈ നസീർ സാറിനെ മയ്യത്ത് കുളിപ്പിക്കാൻ വെള്ളം കൊണ്ടുവന്നപ്പം ഹിന്ദു ആയതുകൊണ്ട് മാറിയിക്കാൻ പറഞ്ഞതുപോലെ ചില പണ്ഡിതർ മദ്രാസിലുള്ള ചില വേന്ദ്രന്മാർ തല്ലിപ്പൊളികൾ ദേഹത്ത് വെള്ളം ഒഴിക്കാൻ പോലും സമ്മതിച്ചില്ല. അത് ഞങ്ങൾ മുസ്ലിം മരിച്ചാൽ ഞങ്ങളെ ചെയ്യാവൂ എന്ന് പറഞ്ഞിട്ട് വെള്ളം കൊണ്ടുവരാൻ പോലും സമ്മതിച്ചില്ല. അതുപോലെയാണ് ഷീനിച്ചേട്ടൻ എന്തെല്ലാം ആദർശത്തിൽ ജീവിച്ചോ അതിന് ഘടകവിരുദ്ധമായി ആരുടെയും സമ്മതമില്ലാതെ ആരും വിളിക്കാതെ വന്ന് മന്ത്രവാദവും ചന്ദന കുറി അടിക്കലും ഒരു വെള്ളത്തിന്, അതും ആര്? പോലീസിൻ്റെ ക്രിമിനൽ പട്ടികയിൽപ്പെട്ട് അറസ്റ്റ് ചെയ്ത് പ്രതിയാക്കിയ മനുഷ്യൻ.